ഹായ് എവരിവൺ, എല്ലാവർക്കും സൈബർ ടെക്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് എങ്ങനെ ഒരു മൊബൈൽ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം, ഒരു റിമോട്ടായിട്ട് എങ്ങനെ നമ്മുടെ മൊബൈലിനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. കമ്പ്യൂട്ടറിൻ്റെ ലാപ്ടോപ്പിൻ്റെ ഒരു റിമോട്ടായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിനെ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുറേ ആപ്ലിക്കേഷനെ കോൺഫിഗർ ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഞാനൊന്ന് കാണിക്കാം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബേസിക് ഇൻപുട്ട് എന്ന് വെച്ചാൽ മൗസ് വെച്ച് കൺട്രോൾ ചെയ്യാം കമ്പ്യൂട്ടറിന് റിമോട്ടായിട്ട്. രണ്ടാമത്തേത് ഫയൽ മാനേജർ, കമ്പ്യൂട്ടറിലുള്ള ഫുൾ ഫയൽ മാനേജറും നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവുകളും ഫയലുകളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കീബോർഡ് കൺട്രോൾ ഉണ്ട്, കീബോർഡ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മീഡിയ കൺട്രോൾ ഉണ്ട്, പവർ കൺട്രോൾ ഉണ്ട്, ഹൈബർമേറ്റും പവറൊക്കെ നമുക്ക് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ക്രീൻ നമുക്ക് മൊബൈലിൽ എടുക്കാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് തുടർന്ന് കാണാം വീഡിയോ. അപ്പം ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ആ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് യൂണിഫൈഡ് റിമോട്ട് എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് കാണാമായിരിക്കും യൂണിഫൈഡ് റിമോട്ട് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ യൂണിഫൈഡ് റിമോട്ട് സെർച്ച് ചെയ്തിട്ട് ആ യൂണിഫൈഡ് റിമോട്ടിൻ്റെ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് വെബ്സൈറ്റ് ഓപ്പൺ ആവുന്ന തന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഡൗൺലോഡ്. ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലേറ്റസ്റ്റ് സെർവർ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ താഴെ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യും. കാണാം താഴെ ഡൗൺലോഡ് ആവുന്നത്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. ഇനി ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. ഓപ്പൺ കൊടുക്കുക. റൺ. അക്സെപ്റ്റ് അഗ്രിമെന്റ് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ വിൻഡോസ് സർവീസ് റെക്കമെൻഡഡ് എക്സ്പെരിമെൻ്റൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഫിനിഷ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻസ്റ്റലേഷൻ സ്റ്റെപ്സ്. ഇനി നമുക്ക് മൊബൈലിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം നമ്മുടെ പ്ലേ സ്റ്റോർ എടുക്കുക. ഇവിടെ നമുക്ക് യൂണിഫൈഡ് റിമോട്ട് ഒന്ന് സെർച്ച് ചെയ്യണം. മേളിൽ യൂണിഫൈഡ് റിമോട്ട്. അപ്പോൾ ഏറ്റവും മേളിൽ കാണുന്ന ഈ ഒരു ഇൻസ്റ്റലേഷൻ ഫയൽ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യണം. അവിടെ യൂണിഫൈഡ് റിമോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇനി ഈ റിമോട്ട് വെച്ച് എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ ഞാനിപ്പം യൂണിഫൈഡ് റിമോട്ട് ആപ്പ് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തു. ഫ്രം ടാസ്ക് ബാറിലാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ടാസ്ക് ബാറിൽ സിസ്റ്റം ട്രേയിലുണ്ട് ഈ ഒരു യൂണിഫൈഡ് റിമോട്ടിൻ്റെ ആപ്പ് റണ്ണിങ്. അപ്പോൾ നമ്മളിനി അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൽ യൂണിഫൈഡ് റിമോട്ടിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാൻ നോക്കുവാണ് ഞാൻ. അപ്പോൾ യൂണിഫൈഡ് റിമോട്ടിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മൊബൈലിൽ നിങ്ങൾ എടുക്കുക. ഏറ്റവും താഴെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് യൂണിഫൈഡ് റിമോട്ടിൻ്റെ ആപ്പ് ഉണ്ട്. ഇവിടെ അത് ക്ലിക്ക് ചെയ്തു. അപ്പം ഇത് ആദ്യം വരുന്നത് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ആണ്. ബേസിക് ഇൻപുട്ട് ഉണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ. ബേസിക് ഇൻപുട്ട് ചെയ്യുന്നത് നമ്മുടെ മൗസ് നമ്മൾ കമ്പ്യൂട്ടർ വെച്ച് കൺട്രോൾ ചെയ്യാൻ പോകണം. ഒന്നാമത് ബേസിക് ഇൻപുട്ട് നിങ്ങൾക്ക് കാണാം. കമ്പ്യൂട്ടറിലോട്ട് നോക്കിയാൽ മതി. ഞാൻ അടുത്ത് പോലും പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ. നിങ്ങൾക്ക് മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. കണ്ടോ, ഈ മൗസ് ഞാൻ എൻ്റെ മൊബൈൽ വഴിയാണ് കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലേ. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, ഈ മൗസ് ഞാൻ കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ കമ്പ്യൂട്ടർ വഴിയാണ്, എൻ്റെ മൊബൈൽ വഴിയാണ്. ഈ ട്രാക്ക് പാഡ് പോലത്തെ ഈ ആപ്ലിക്കേഷൻ്റെ ട്രാക്ക് പാഡ് പോലത്തെ ഇത് വെച്ചിട്ടാണ് ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുപോലെ മൗസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റും. ഇനി നമ്മുടെ ഫയൽ മാനേജർ, കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഡേറ്റയും നമുക്ക് ഈ ഒരു മൊബൈലിൽ എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഞാൻ എൻ്റെ ഡ്രൈവ് ആണെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ ഡ്രൈവ് ആണെങ്കിലും എൻ്റെ ഡെസ്ക്ടോപ്പ് ആണെങ്കിലും ഹോം ഫോൾഡർ ആണെങ്കിലും എല്ലാം എനിക്ക് ഒരു ആപ്പ് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ സി ഡ്രൈവ് നോക്കാം, നമുക്ക് കാണാം പ്രോഗ്രാം ഫയൽസ്, അതുപോലെ
നമ്മുടെ വിൻഡോസിൻ്റെ ഫോൾഡർ, യൂസേഴ്സ്, എന്ത് ഫയലും നമുക്ക് ഇത് വെച്ച് എടുക്കാൻ പറ്റും ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ വെച്ച്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇനി ഇംഗ്ലീഷ് കീബോർഡ്, കമ്പ്യൂട്ടറിൻ്റെ ഈ ഒരു കീബോർഡ് ഉണ്ടല്ലേ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് കീബോർഡ് ഉണ്ടല്ലേ, കമ്പ്യൂട്ടറിൻ്റെ ആ കോട്ടി കീബോർഡ് നമുക്ക് മൊബൈലിൽ വന്നു. നമുക്ക് ഇനി ടൈപ്പ് ചെയ്യാനും എല്ലാം ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് നമുക്ക് മൊബൈലിൽ നിന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്യണമെങ്കിലും എല്ലാം ഇവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മീഡിയ, കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഒരു മീഡിയ റൺ ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മീഡിയ കൺട്രോൾ ഉപയോഗിച്ചത് പോസ് ചെയ്യാനും അല്ലെങ്കിൽ നെക്സ്റ്റ് അടിക്കാനും അല്ലെങ്കിൽ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു സോങ് പ്ലേ ആവുന്നെങ്കിലുണ്ട് നമുക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും, മീഡിയ കൺട്രോൾ. പിന്നെ നമുക്ക് പവർ. ഇനി അടുത്തതെന്ന് വെച്ചാൽ മേജർ തിങ് എന്ന് പറയുന്നത് ഈ ഒരു ആപ്പ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കമ്പ്യൂട്ടർ നമ്മൾ മൊബൈലും ഈ ഒരു കമ്പ്യൂട്ടറും സെയിം നെറ്റ്വർക്കിലാണെങ്കിൽ നമുക്ക് റിമോട്ട്ലി നമ്മുടെ കമ്പ്യൂട്ടറിനെ ഷട്ട് ഡൗൺ ചെയ്യാനും ലോക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ലോക്ക് ചെയ്ത് കാണിക്കാം. ഞാൻ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്, ഉണ്ടല്ലേ, ഉണ്ടോ, കമ്പ്യൂട്ടർ ലോക്കായി, ഉണ്ടല്ലേ. അപ്പോൾ അതുപോലെ കുറേ കാര്യങ്ങൾ ലോഗ് ഓഫ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് ലോഗ് ഓഫ് ഉണ്ട്, ലോക്ക് ഉണ്ട്, സ്ലീപ്പ് ഉണ്ട്, വേക്ക് ഓൺ ലാൻ, ഹൈബർനേറ്റ് ആൻഡ് അബോട്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആപ്പ് വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആപ്പ് വെച്ച് നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്നത് പാച്ച് ചെയ്ത് അല്ലെങ്കിൽ മോഡഡ് APK ആണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പ്ലേയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിമിറ്റഡ് ഫീച്ചേഴ്സേ കാണത്തുള്ളൂ. അപ്പം ഇതിനകത്ത് ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ഗൂഗിൾ പ്ലേയിൽ നിന്ന് വാങ്ങണമെങ്കിൽ 360 രൂപ, അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് നിങ്ങൾ മോഡഡ് APK ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. നിങ്ങൾക്ക് മോഡഡ് APK ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് എനിക്ക് എല്ലാ ഫീച്ചേഴ്സും അൺലോക്ക് ആയി കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തെങ്കിൽ മോഡഡ് APK കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് എല്ലാ ബട്ടണും ഇതിനകത്തുണ്ട്. കമ്പ്യൂട്ടർ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മൊത്തം ഇതിനകത്തുണ്ട്. നമുക്ക് കമ്പ്യൂട്ടറിന് അടുത്ത് പോലും ഇരിക്കേണ്ട, ഒരു നെറ്റ്വർക്കിലായിരുന്നാൽ മതി. സെയിം വൈഫൈ നെറ്റ്വർക്കിലാണ് നമുക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. അപ്പോൾ നമുക്ക് ഈവൻ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേ വരെ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ കാണിക്കാം കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ. ഏറ്റവും താഴെ സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഉണ്ടല്ലേ, ഏറ്റവും താഴെ സ്ക്രീൻ. ആ സ്ക്രീൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഉണ്ടല്ലേ, ഇപ്പം ഞാൻ കമ്പ്യൂട്ടറിൽ കാണുന്ന ആ സ്ക്രീൻ എനിക്കിവിടെ കിട്ടും, കണ്ടില്ലേ. ഇവിടെ ഞാൻ എൻ്റെ കണ്ടില്ലേ ഈ ഒരു മെനു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെനു അവിടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആയി, കണ്ടില്ലേ. ഇപ്പം ഞാൻ മെനു ബട്ടൺ ക്ലോസ് ചെയ്തു, കമ്പ്യൂട്ടറിൻ്റെ ക്ലോസ് ആയത്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മെനു ബട്ടൺ പ്രസ് ചെയ്തു, ഞാൻ വേറെ എന്തെങ്കിലും ആക്ഷൻ എടുത്തെന്ന് കരുതിക്കോ. ഞാനിപ്പം അക്രോബാറ്റ് ഓപ്പൺ ചെയ്തു, കമ്പ്യൂട്ടർ ഓപ്പൺ ആയി നോക്കാം, കണ്ടില്ലേ, കമ്പ്യൂട്ടർ ഓപ്പൺ ആയി അക്രോബാറ്റ്. അപ്പം വളരെ സിമ്പിളാണ് ഈ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് റെക്കമെൻഡ് ചെയ്യുക. താങ്ക് യു ഗൈസ്. പുതിയ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ.